സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞു. ഇനി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ എന്ത് കൊടുത്തുവിടുന്നുള്ള ടെൻഷനാണ് ഞാൻ അടക്കമുള്ള അമ്മമാർക്കെല്ലാം. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് റൈസിന്റെ റെസിപ്പി നോക്കാം. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ വളരെ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഉള്ളി ചെറുതായിട്ട് എഴുതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം, വേണമെങ്കിൽ മല്ലിയിലയും ചേർക്കാം. ഞാൻ കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം ഒന്ന് വഴന്നു വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി നന്നായി സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡി ആയിട്ട് വരും. അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തക്കാളി സോഫ്റ്റായി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാൻ വളരെ കുറച്ച് പൊടികളാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ഇതിൽ ചേർക്കാം കേട്ടോ. മുട്ടച്ചോറിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. സ്പൈസി കൂടുതൽ വേണമെന്ന് തോന്നുന്നവർ മുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കാം. കുട്ടികൾക്കാകുമ്പോൾ നമുക്ക് ഒരുപാട് ചേർക്കാൻ പറ്റില്ലല്ലോ. അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് 3 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 2-3 മിനിറ്റിന് ശേഷം നമ്മളെ മുട്ട ഒരു പകുതി കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് നമ്മളെ മുട്ടയുടെ പീസസ് ഒരുപാട് ചെറുതായി പോകില്ല. കുറച്ച് നല്ല വലുപ്പത്തിൽ നമുക്ക് പീസസ് ആയിട്ട് കിട്ടും. ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാം. അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർക്കാം. ഞാനിപ്പം ബസ്മതി റൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് റൈസും, പൊന്നി റൈസ് ആയാലോ നമ്മളെ കുറുവ റൈസ് ആയാലോ, നിങ്ങൾ ഉണ്ടാക്കുന്ന ചോറ് ഏതായാലും അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ മുട്ടച്ചോറ് റെഡിയായി. തൈരോ അച്ചാറോ ഒന്നും വേണ്ട, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈയോ അല്ലെങ്കിൽ തൈരോ അച്ചാറോ വെച്ചൊക്കെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ്.